കെ.പി.സി.സിയുടെ പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത് സണ്ണി ജോസഫ് എം.എൽ.എ. തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങ് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അതേസമയം ഏതു വിഭാഗത്തിന്റെ അധ്യക്ഷനാണ് സണ്ണി ജോസഫ് എന്ന തർക്കമാണ് ചടങ്ങിൽ നിഴലിച്ചു നിന്നത്. മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയെ സന്ദർശിച്ച ശേഷം 10 മണിയോടെയാണ് സണ്ണി ജോസഫ് കെ.പി.സി.സി ആസ്ഥാനത്തെത്തിയത്. കെ.പി.സി.സി അധ്യക്ഷനായിരുന്ന കെ. സുധാകരനിൽ നിന്ന് സണ്ണി ജോസഫ് ചുമതല ഏറ്റുവാങ്ങി. സണ്ണി ജോസഫ് ഒരു വിഭാഗത്തിന്റെയും പ്രസിഡന്റല്ലെന്നും കെ.പി.സി.സിയുടെ മുഴുവൻ പ്രസിഡന്റാണെന്നും ചെന്നിത്തല പറയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് നടന്നത് പുതിയ പ്രസിഡന്റിനെ തങ്ങളുടേതാക്കാനുള്ള നേതാക്കളുടെ ശ്രമങ്ങൾ. ഇന്ന് പുതുതായി ചുമതലയെടുക്കുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എൻ്റെ സ്വന്തം സഹോദരനാണ്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എനിക്ക് കൈത്താങ്ങായി ചെറിയ കുട്ടിപ്രായത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ നാട്ടിൽ വക്കീലായി വന്ന ഉടനെ അന്ന് മുതൽ എന്നോടൊപ്പം എൻ്റെ കൈ പിടിച്ച് എനിക്ക് വേണ്ടി പിന്തുണയും എനിക്ക് വേണ്ടി സപ്പോർട്ടും തന്ന കൊണ്ട് സണ്ണി ഈ പുതിയ പദവിയിലേക്ക് വരുന്നത് ഞാൻ അഭിമാനത്തോടെ നോക്കിക്കാണുകയാണ്. പതിവ് പോലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് സണ്ണി ജോസഫും ആവർത്തിച്ചു. കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ നേതൃനിരയെ പ്രഖ്യാപിച്ചത് പൂർണ്ണമല്ല, ഇനിയും ഇതിനെ പൂർണ്ണമാക്കേണ്ടതുണ്ട്. മുതിർന്നവർ കൂടുന്നതാണ് ഈ നേതൃനിര. കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായിരിക്കും നമുക്ക് കേരളത്തിൽ ആവശ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. UDF കൺവീനറായി അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും ചുമതലയേറ്റു. അതേസമയം അധ്യക്ഷ സ്ഥാനത്തിനായി മുന്നിലുണ്ടായിരുന്ന ആന്റണി ചടങ്ങിൽ പങ്കെടുത്തില്ല. മുൻ കെ.പി.സി.സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ നേതാക്കളും ചടങ്ങിനെത്തിയില്ല. അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ പുകയുന്നതിനിടെയാണ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന കോൺഗ്രസിന്റെ പതിവ് പ്രഖ്യാപനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.